ഇപ്പോൾ പി വി അൻവർ മാധ്യമങ്ങൾ കാണുന്നു. എൻ്റെ തത്സമയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മാറ്റി ചിലവാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയാൽ ജനങ്ങൾ സഹകരിക്കണം, അല്ലെങ്കിൽ സഹകരിക്കരുത്. പ്രത്യേക അക്കൗണ്ട് തുടങ്ങി 776 കോടി കിട്ടിയെന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേറ്റ്മെൻ്റ് അടക്കം പത്രത്തിൽ തന്നല്ലേ. ആകെ 400 വീടുകളാണ്, കുടുംബങ്ങളാണ് പോയത് വരെ കണക്ക് പ്രകാരം. 1.25 കോടി രൂപയുടെ ചെക്ക് എഴുതിയ സാധുക്കൾക്ക് കൊടുത്ത് നിങ്ങൾ പോയിട്ട് സെറ്റിൽ ചെയ്തോ എവിടെയെന്ന് പറയാം. ഈ വാടകയ്ക്ക് തണ്ട വാടകയ്ക്ക് മനസ്സിലായില്ലേ, സർക്കാർ വാടക കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്നിന് പൈസ ഇല്ല. ഡയാലിസിസ് രോഗികളുണ്ട് 19 എണ്ണം, ഒരാളുമില്ല. ഇതേ സംഭവമാണല്ലോ 2019 കവളപ്പാറുണ്ടായത്. 6 മാസം കൊണ്ട് ആ വിഷയം അവിടെ തീർത്തു കൊടുത്തു നമ്മൾ, മനസ്സിലായോ. അന്നും ഈ നക്കാപിച്ച 4 ലക്ഷം പേർക്കും 6 ലക്ഷം ഭൂമി അങ്ങനെ കൊടുത്ത്. പക്ഷെ പി വി അൻവർ ചെയ്തെന്താ, ജനങ്ങളെ കൂട്ടി സ്ഥലം കണ്ടെത്തി, സ്ഥലം കൊടുത്തു, വീടുണ്ടാക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി, വീടുണ്ടാക്കി കൊടുത്തു. ഈ 10 ലക്ഷം ഈ സാധുക്കളെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. എന്നാലും അവർക്ക് ആശ്വാസമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. 1500-2000 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചവർ അതിൽ പലരും മരിച്ചു മരണപ്പെട്ടത്. അതേ രീതിയാണ് വയനാട്ടിലും. അവരെ 450-500 സ്ക്വയർ ഫീറ്റിൽ ഊരാളുകൾ സൊസൈറ്റി ഉണ്ടാക്കുന്ന കോഴിക്കൂടിൽ കൊണ്ടുപോയി തള്ളാനാ പിണറായി വിജയൻ നിൽക്കുന്നത്, മനസ്സിലായോ. ജനങ്ങൾ അനലൈസ് ചെയ്യും. ഒരു മലക്ക് മുകളിൽ വയനാടും താഴെ നിലമ്പൂരുക, അതുകൊണ്ട് അവിടെ ഇടിയുമ്പോൾ മയ്യത്ത് ഇങ്ങോട്ട് വരുന്നത്. എന്തേ ഈ നിമിഷം വരെ പരിഹരിക്കാഞ്ഞത്? അപ്പം ഇതൊക്കെ ചർച്ചയാണ്. ജനങ്ങൾക്ക് അറിയാം പി വി അൻവർ എന്താണെന്നുള്ളത്. ആ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ജനങ്ങളോടൊപ്പം പി വി അൻവർ ഉണ്ടാവും. ഈ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. 23-ാം തീയതി റിസൾട്ട് വരട്ടെ, 24-ാം തീയതി അതിൻ്റെ പോരാട്ടത്തിന് ആരംഭം കുറിക്കും. മുഖ്യമന്ത്രി രാജിവെക്കെ വെച്ചിട്ട് എന്താ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഇതുവരെ ഉത്തരം പറയാത്തത്? ഭരണത്തിൻ്റെ പ്രതിഫലനം അനലൈസേഷൻ ആകുമെന്ന് പറയുന്നുണ്ടല്ലോ. അനലൈസേഷൻ ആണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരല്ലേ ഇവിടെ ഈ പോരാട്ടം? മറുപടി ഇല്ലല്ലോ. മൂപ്പരിപ്പം മറ്റേ RSSനെ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ RSS ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ട്, സത്യമല്ലേ. നാളെയും കൂടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഉള്ള സത്യം പറഞ്ഞാൽ വിവാദമായ എന്താ പ്രശ്നം എന്ന് മൂപ്പര് ചോദിച്ചത്. ഇന്നലെ വൈകുന്നേരം അപ്പം വീണ്ടും മലക്കം പറഞ്ഞു, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പം പ്രതിക്രിയാവാദികൾ എന്താണ്, നിനക്ക് പുള്ളിയുടെ മറ്റേ ഭാഷ ഉണ്ടല്ലോ, എവിടെ പോയി എവിടെ എത്തി, ഇതല്ലേ അൻവർ പറയുന്നത്. പച്ചയായ വർഗീയത മാത്രം പ്രൊമോട്ട് ചെയ്ത് രാഷ്ട്രീയം ഉണ്ടാക്കാൻ കഴിയുക. അവിടെ എത്തി. CPM-നെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് എന്തെങ്കിലും പറയുന്നത്. തൊഴിലാളി വർഗ പാർട്ടിക്ക് ഈ ഒരു തൊഴിലാളികളുടെ ഒരു ഒറ്റ ഇഷ്യൂസ് പറയാനുണ്ടോ? മുതലാളി പാർട്ടിയായി മാറി, പാർട്ട്ണർമാർ അദാനി അംബാനിയായി മാറി. അപ്പം ഇനി എന്താ മാർഗം? ഇനി വർഗീയത പറയാൻ എല്ലാവരും കാണിക്കുന്നത്, മനസ്സിലായില്ലേ. തൊഴിലാളികളുടെ വർഗത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു പാർട്ടി വെറും മതവർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാവുന്ന ദുരന്തത്തിലേക്ക് പാർട്ടിയെ എത്തിച്ചു തരാം. അതാണ് പിണറായിസം. നോക്കാം നമുക്ക്. അതെ, കുമാരൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചിരിക്കുന്നു. അതാ പറഞ്ഞത്. ഇന്ന് രാവിലെയും ജനങ്ങൾ വോട്ടെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയോര കർഷകരുടെ നെഞ്ചിൽ തീയാണ്. കുമാരൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ, 61 വയസ്സുകാരൻ, മുണ്ടൂരിൽ ആന ചവിട്ടി കൊന്നിരിക്കുകയാണ്. ഇന്ന് വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർ നാളെ രാവിലെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്നൊരു ഉറപ്പുമില്ലാത്ത നാട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കാനുള്ള ഒരു വേലി കെട്ടിത്തരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആകാശത്തുനിന്ന് ഒരു അമ്പിളിമാമനെ പിടിച്ചു കൊണ്ടുതരണമെന്ന് ഈ ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു വേലി കെട്ടിത്തരൂ, ഈ മൃഗങ്ങളെയും മനുഷ്യരെയും മാറ്റിത്തരൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചില്ലറ കാശ് ആകെ 3000 കോടി ഉണ്ടെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്ന വിഷയം ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു മനസാക്ഷി കുത്തൂല്ലാതെ. എന്താ ആളെ പേര് മാത്രം 10 ലക്ഷം. ഒരു മനുഷ്യന്റെ വില ഇട്ടത് പിണറായി വിജയൻ 10 ലക്ഷം, ഒരു മനുഷ്യ ജീവനെ. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു.